ഗൈസ്, ഞാനൊരു കാര്യം പറയട്ടെ. ഒക്ടോബർ പകുതിയായി. ഈ 2025 കഴിയാൻ വെറും 2 മാസം കൂടി ഉള്ളൂ. ഒക്ടോബർ ഇപ്പോൾ ഏകദേശം കഴിഞ്ഞു. 2 മാസം കഴിഞ്ഞ് 2025 കഴിഞ്ഞു. 2026 2 മാസം പോകും, ഒരു പണിയില്ല. എന്ത് പെട്ടെന്നാണ് ദിവസങ്ങൾ പോകുന്ന അറിയുമോ? ഇനിയിപ്പോൾ 2026 ഇതേമാതിരി കഴിയും. കഴിഞ്ഞ ഒക്ടോബറിൽ നിന്ന് ഈ ഒക്ടോബർ 2024 2025 ആയപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടോ ജീവിതത്തിൽ? അല്ല, അതേമാതിരി തന്നെയാണ് നിങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്, എന്തെങ്കിലും സംഭവം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്, എന്തെങ്കിലും മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തുടങ്ങുക. നിങ്ങൾ ജനുവരി ആവാൻ കാത്തിക്കേണ്ട ആവശ്യം. കാരണം എന്ന് വെച്ചാൽ ദിവസം പെട്ടെന്ന് പോകും. 2026 ഇതേമാതിരി പോകും. അടുത്ത ഒക്ടോബർ 2026 ഒക്ടോബർ ആകുമ്പോഴേക്ക് നിങ്ങൾ ഇതേമാതിരി തന്നെ ഉണ്ടാവും. നിങ്ങളിപ്പോൾ എന്താ തുടങ്ങാൻ എന്തെങ്കിലും ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ ഇന്ന് തുടങ്ങുക. നമ്മൾ റിസൾട്ട് വരുന്നുണ്ടോ റിസൾട്ട് ഇല്ല അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ചേഞ്ച് ആവശ്യമുണ്ടെങ്കിൽ അത് തുടങ്ങുക. നമ്മൾ ദിവസം പോക്കാനുള്ളതല്ല. 2025 കഴിഞ്ഞ് ഏകദേശം കഴിഞ്ഞ് അടുത്ത കൊല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങൾക്ക് ജീവിതത്തിൽ വേണ്ടേ? ഇതേമാതിരി നടന്നിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ നോക്കി എന്നോട് എൻ്റെ ജീവിതത്തിൽ എന്താ മാറ്റം ഉണ്ടോ? എൻ്റെ ജീവിതത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. അതിനുവേണ്ടി ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അതിൻ്റെ റിസൾട്ട് ചിലപ്പോൾ ലേറ്റ് ആവും, എന്നാലും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ട്രൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭവം. അതല്ലാണ്ട് നമ്മളിങ്ങനെ ഇരുന്നിട്ട് ബാക്കിയുള്ള കാര്യം നോക്കി വെറുതെ ഇരുന്ന് സമയം പോക്കാനുള്ളതാണ്. ഓരോ കൊല്ലമൊക്കെ പെട്ടെന്ന് പോകും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് തുടങ്ങുക. നിങ്ങൾ അതിന് വേണ്ടി ട്രൈ ചെയ്യുക. അതിൻ്റെ റിസൾട്ട് കിട്ടുമോ ഇല്ലയോ അത് ഡസൻറ്റ് മാറ്റർ. ബട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. കൊല്ലം ഇനി നമുക്ക് സമയമില്ല. ഈ കൊല്ലം കഴിഞ്ഞ് അടുത്ത കൊല്ലെങ്കിലും നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ മാറ്റം വേണ്ടേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യുക അന്ന് മുതൽ. ഓക്കെ.